ഇന്ത്യ പാക് സമുദ്ര അതിർത്തിയിൽ സംഘർഷാവസ്ഥ തുടരുകയാണ്. പാകിസ്ഥാൻ കസ്റ്റഡിയിലെടുത്ത 7 മത്സ്യത്തൊഴിലാളികളെ ഇന്ന് ഇന്ത്യൻ കോസ്റ്റ് ഗാർഡ് മോചിപ്പിച്ചു. പാക് മാരിടൈം സെക്യൂരിറ്റി കപ്പലിനെ പിന്തുടർന്നാണ് മത്സ്യത്തൊഴിലാളികളെ മോചിപ്പിക്കാൻ കഴിഞ്ഞത്. കടലിലെ കോസ്റ്റ് ഗാർഡ് ഓപ്പറേഷൻ്റെ ദൃശ്യങ്ങൾ 24-ന് ലഭിച്ചു. മുംബൈയിൽ നിന്നും ശ്രീനാഥ് ചന്ദ്രൻ ടെലിഫോണിൽ ചേരുന്നു. ശ്രീനാഥ് ചന്ദ്രൻ, കൂടുതൽ വിശദാംശങ്ങൾ എന്തെങ്കിലും ലഭിച്ചോ? ഇതിൻ്റെ ദൃശ്യങ്ങൾ നമുക്ക് കിട്ടി തീർച്ചയായും. എസ്കെൻ ഏതാണ്ട് 2 മണിക്കൂറോളം നീണ്ട നാടകീയ സംഭവങ്ങൾക്കൊടുവിലാണ് ഇന്ത്യൻ മത്സ്യത്തൊഴിലാളികളെ ഇന്ത്യൻ കോസ്റ്റ് ഗാർഡിനെ രക്ഷിക്കാൻ വേണ്ടി കഴിഞ്ഞത്. ഇന്ത്യൻ മത്സ്യത്തൊഴിലാളികളുമായി പോവുകയായിരുന്ന പാകിസ്ഥാൻ മാരിടൈം സെക്യൂരിറ്റി ഏജൻസിയുടെ കപ്പൽ നുസ്രത്തിനെ ഏതാണ്ട് 2 മണിക്കൂറോളം കോസ്റ്റ് ഗാർഡ് ഷിപ്പ് പിന്തുടർന്നു. അതിനുശേഷം അതിനെ വളഞ്ഞു പിടിച്ചതിന് ശേഷമാണ് മത്സ്യത്തൊഴിലാളികളെ വിട്ടയക്കാതെ മുന്നോട്ട് പോകാൻ കഴിയില്ല, ഒരു സംഘർഷത്തിലേക്ക് കാര്യങ്ങൾ പോകും എന്ന് ശക്തമായ നിലപാട് എടുത്തു. അതിന് പിന്നാലെയാണ് മത്സ്യത്തൊഴിലാളികളെ മോചിപ്പിക്കാൻ സാധിച്ചത്. ഈ 7 പേരെയും തീരത്തേക്ക് എത്തിക്കുകയും അവർക്ക് മറ്റ് ആരോഗ്യ പ്രശ്നങ്ങളൊന്നുമില്ല എന്ന് ഉറപ്പാക്കുകയും ചെയ്തിട്ടുണ്ട്. പക്ഷേ ഈ നടപടിക്രമങ്ങൾക്കൊക്കെ ഇടെ ഇവർ സഞ്ചരിച്ച മത്സ്യബന്ധന ബോട്ട്, കാലഭൈരവ എന്നൊരു ബോട്ട്, അത് നശിച്ചു, പൂർണ്ണമായി തന്നെ നശിച്ചു, കടലിൽ മുങ്ങി എന്നതാണ് ഇപ്പോൾ കോസ്റ്റ് ഗാർഡ് അറിയിക്കുന്നത്. അങ്ങനെയെങ്കിൽ അത് ഏത് സാഹചര്യത്തിലാണ് ഒരു ബോട്ട് അപ്പാടെ മുങ്ങുന്ന തരത്തിലേക്കൊക്കെ കാര്യങ്ങൾ പോയത് എന്നത് അറിയേണ്ടിയിരിക്കുന്നു. ഏതായാലും സമുദ്രാതിർത്തി ലംഘിച്ചു എന്ന് ആരോപിച്ചുകൊണ്ടാണ് പാകിസ്ഥാൻ മാരിടൈം സെക്യൂരിറ്റി ഏജൻസിയുടെ കപ്പൽ ഇന്ത്യൻ മത്സ്യത്തൊഴിലാളികളെ പിടികൂടി കൊണ്ടുപോകാൻ ശ്രമം നടത്തിയത്. സമയബന്ധിതമായി വളരെ വേഗത്തിലുള്ള ഒരു നടപടിയിലൂടെയാണ് കോസ്റ്റ് ഗാർഡിനെ ഈ മത്സ്യത്തൊഴിലാളികളെ തിരികെ രക്ഷിക്കാൻ വേണ്ടി കഴിഞ്ഞത്. അവർ ഒരുപക്ഷെ പാകിസ്ഥാന്റെ കസ്റ്റഡിയിൽ പൂർണ്ണമായി തന്നെ ആയി കഴിഞ്ഞാൽ പിന്നീട് അവരെ വിട്ടുകിട്ടുക വളരെ ശ്രമകരമായ ജോലിയാണ് എന്ന് എല്ലാവർക്കും അറിയുന്നതാണ്. അതിനു മുൻപേ തന്നെ അവരെ രക്ഷിക്കാൻ കഴിഞ്ഞത് അതൊരു നിർണായക നീക്കമായി കണക്കാക്കേണ്ടി വരും. അഭിമാനകരമായ ഒരു നിമിഷമാണ് ഇന്ത്യൻ കോസ്റ്റ് ഗാർഡിനുണ്ടായത്. എന്തായാലും ശക്തി ഉപയോഗിച്ച് തന്നെ അവരെ മോചിപ്പിക്കാൻ നമുക്കായി എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം.